നമസ്കാരം കുട്ടികളെ. നമുക്കറിയാം, കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. എല്ലാവരും ആനയെ കണ്ടിട്ടുണ്ട്. അതുപോലെ കരയിലെ ഏറ്റവും ചെറിയ ജീവി ഏതാണ്? നിരവധിയുണ്ടല്ലേ. എന്നാൽ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ജീവികളുണ്ടോ? തീർച്ചയായും ഉണ്ട്. അതിനുദാഹരണങ്ങളാണ് ബാക്ടീരിയ, വൈറസൊക്കെ. ഇവയെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഇവയെ കാണുന്നതും കൂടുതൽ മനസ്സിലാക്കിയതും ഇനിയും മനസ്സിലാക്കുന്നതും? അതിനുള്ളൊരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ് അഥവാ സൂക്ഷ്മദർശിനി. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ കാണാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ഇന്ന് വിവിധ തരത്തിലുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള മൈക്രോസ്കോപ്പുകൾ നമുക്ക് ലഭ്യമാണ്. ഈ ഉപകരണം ഉപയോഗിച്ച് സൂക്ഷ്മ വസ്തുക്കളെ നിരീക്ഷിക്കുന്ന ശാസ്ത്രശാഖയാണ് മൈക്രോസ്കോപ്പി. വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നതാണല്ലോ മൈക്രോസ്കോപ്പിൻ്റെ ധർമ്മം. ഇതിനായി മൈക്രോസ്കോപ്പിൽ ലെൻസുകളുണ്ട്. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നാണ് പറയുന്നത്. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ ഉള്ളത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. ഐപീസ്, ഒബ്ജക്റ്റീവ് എന്നിങ്ങനെ 2 തരം ലെൻസുകളാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലുള്ളത്. കൂടാതെ സ്റ്റേജ്, ക്ലിപ്പ്, നോബുകൾ, കണ്ടൻസർ, മിറർ എന്നിവ മൈക്രോസ്കോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. മൈക്രോസ്കോപ്പിലെ സ്റ്റേജിന് താഴെയായി ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശം പ്രതിപതിപ്പിക്കാനുള്ളതാണ്. ഒരു ലോഹവളയത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഈ ക്രമീകരണത്തിന് 2 തലങ്ങളാണുള്ളത്. സൂര്യപ്രകാശം പ്രതിപതിപ്പിക്കുന്നതിനുള്ള സമതല ദർപ്പണവും കൃത്രിമ പ്രകാശം പ്രതിപതിപ്പിക്കുന്നതിനുള്ള കോൺകേവ് ദർപ്പണവും. സ്റ്റേജിൻ്റെ അടിവശത്ത് ഉറപ്പിച്ചിരിക്കുന്ന കണ്ടൻസറിലെ ലെൻസ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുന്നു. കണ്ടൻസറിൻ്റെ ഭാഗമായ ഡയഫ്രം പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നു. ഒബ്ജക്റ്റീവ് ലെൻസുകളുടെ ആവർത്തനശേഷി 10x, 45x എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഐപീസിലും ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒബ്ജക്റ്റീവിലും ഐപീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമാണ് മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തനശേഷി. നിരീക്ഷണ വസ്തു തയ്യാറാക്കാൻ സൂക്ഷ്മതയും ക്ഷമയും ഏറെ ആവശ്യമുള്ളൊരു പ്രവർത്തനമാണ്. നിരീക്ഷിക്കാനുള്ള വസ്തുവിലെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ പെട്രോൾ ഡിഷിലെ ജലത്തിൽ ഇടുക. നിരീക്ഷിക്കാനുള്ള വസ്തുവിൻ്റെ കുറുകെയുള്ള നേർത്ത ഛേദങ്ങൾ എടുക്കുക. ഛേദങ്ങൾ ബ്രഷ് ഉപയോഗിച്ച് വാച്ച് ഗ്ലാസ്സിലെ ജലത്തിലേക്ക് മാറ്റുക. ഏറ്റവും കട്ടി കുറഞ്ഞതും പൂർണ്ണമായതുമായ ഛേദങ്ങളെ മറ്റൊരു വാച്ച് ഗ്ലാസ്സിൽ എടുത്തിട്ടുള്ള സ്റ്റെയിനിൽ ഇടുക. നിരീക്ഷണ വസ്തു ഉണങ്ങിപ്പോകാതിരിക്കാനായി 1-2 തുള്ളി ഗ്ലിസറിൻ സൈഡിൽ ഇറ്റിക്കുക. നിറം പിടിച്ച ഛേദത്തെ ശുദ്ധജലത്തിൽ കഴുകിയ ശേഷം സ്ലൈഡിലെ ഗ്ലിസറിനിൽ വയ്ക്കുക. വായു കുമിളകൾ കടക്കാത്ത വിധം നീഡിലിൻ്റെ സഹായത്താൽ കവർ ഗ്ലാസ് കൊണ്ട് ഛേദത്തെ മൂടുക. അധികമുള്ള ഗ്ലിസറിൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഗ്ലാസ്സിൽ നിന്നും തുടച്ചു മാറ്റുക.
ഇങ്ങനെയാണ് മൈക്രോസ്കോപ്പിൽ വെച്ച് നിരീക്ഷിക്കാനുള്ള നിരീക്ഷണ വസ്തുവിനെ തയ്യാറാക്കുന്നത്.